Hi guys, welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, റീഫേസിങ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഫൈനാൻസ്. അതിൽ പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഓക്കെ, ബയലാട്രൽ റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ആൻഡ് എഗ്രിമെന്റ്സ് ഇൻവോൾവിംഗ് ഇന്ത്യ ആൻഡ് ഓർ അഫക്റ്റിംഗ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ് എന്നുള്ള ഹെഡിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, സോ നമ്മൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ നമ്മളിപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എസ്പെഷ്യലി ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ. സോ നമുക്ക് അതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2010-11 കാലഘട്ടത്തിൽ ഏകദേശം നമ്മളൊരു $3 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 23-24 കാലഘട്ടം എത്തുമ്പോഴേക്കും അത് 7 ബില്യനായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. $7 ബില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഹെൽപ്സ് ഇൻ 5 മേജർ വേസ്. ഒന്ന്, കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അവർക്ക് ഈ ട്രെയിനിങ്ങും അതേപോലെ സ്കിൽ ബിൽഡിങ്ങിനുള്ള അവസരങ്ങൾ കൊടുക്കുക. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ടെക്നോളജി ഷെയറിങ്ങിലൂടെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറെ അവരുടെ രാജ്യങ്ങളിലുള്ള ഗുഡ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഓക്കെ, ടാക്സ് ഒന്നും കൊടുക്കാതെ, അതായത് അലോയിങ് ദർ ഗുഡ്സ് ഇൻ ടു ഇന്ത്യ വിതൗട്ട് ടാക്സ്. പിന്നെ ഫ്രീ എയ്ഡ് കൊടുക്കുക. ഓക്കെ, ഫ്രീ എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാൻസ് ഒക്കെ ആയിട്ട് പൈസ കൊടുക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഫ്രീ എയ്ഡ് ആയിട്ട്. അതേപോലെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺസ് കൊടുക്കാൻ പറ്റും അല്ലെ, ത്രൂ ലൈൻസ് ഓഫ് ക്രെഡിറ്റ് അണ്ടർ ദി ഐഡിയ സ്കീം ആൻഡ് ഓൾ. സോ ഈ 2025-26 കാലഘട്ടങ്ങളിലായപ്പോൾ എന്താണ് മാറിയതെന്ന് നോക്കിയാൽ, ഗവൺമെന്റ് ഇപ്പോൾ വളരെയധികം വറീഡ് ആണ് അബൌട്ട് ഇപ്പോൾ ഒരു ഗ്ലോബൽ ഡെപ്റ്റ് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് പ്രശ്നം. സോ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രി വളരെയധികം കെയർഫുൾ ആണ്. ഓക്കെ, ഇങ്ങനെ ആൾക്കാർക്ക് ലോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ ഇപ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രി. സോ ഇന്ത്യയുടെ പുതിയൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റ് കോമ്പാക്റ്റ് ആണ്. അതായത് ഈ ഒരു ഐഡിയ നമ്മൾ G20-യിലും അതേപോലെ ഈ ഒരു ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് ഉണ്ടല്ലോ, വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് 2024 നടത്തുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റ് കോമ്പാക്റ്റ് എന്നുള്ളത്. സോ ഈ ഒരു ഐഡിയ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആ ബാക്കിയുള്ള രാജ്യങ്ങളെ നമുക്ക് സഹായിക്കാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. ഓക്കെ, ഒരു കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഒരു റെസ്പോൺസിബിൾ വേയിൽ നമുക്ക് അവരെ സഹായിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ മറ്റു രാജ്യങ്ങളുടെ കൂടെ ചേർന്ന് ഇന്ത്യ വാണ്ട്സ് ടു ടീം അപ്പ് വിത്ത് അതർ കൺട്രീസ്. ഓക്കെ, വേറെ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൂടെ ചേർന്ന് മറ്റ് രാജ്യങ്ങളെ നമുക്ക് സഹായിക്കാം. ഓക്കെ, ടീം അപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ സഹായിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ വാണ്ട്സ് ടു ടീം അപ്പ് വിത്ത് മോർ കൺട്രീസ് ടു ഹെൽപ്പ് അതേഴ്സ് ടുഗെദർ. ഓക്കെ, ഒരു തേർഡ് കൺട്രി പാർട്ട്ണർഷിപ്പ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഗ്ലോബലി ഡെവലപ്മെന്റ് ഫിനാൻസിൽ എന്താണ് നടക്കുന്നത് എന്നാണ്. ഓക്കെ, ഈ വലിയ ഡോണേഴ്സ് ഒക്കെ അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏറ്റവും അധികം കൊടുക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ പണമൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ US ആണെന്നുണ്ടെങ്കിലും UK ആണെന്നുണ്ടെങ്കിലും ഇവർ ഒരുപാട് എയ്ഡും കാര്യങ്ങളൊക്കെ ഈ കൺട്രീസിലൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ അതൊക്കെ പിൻവലിക്കുകയാണ്. ദേ ആർ കട്ടിങ് ബാക്ക്, ദേ ആർ നൗ കട്ടിങ് ഇറ്റ് ബാക്ക്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ US-ൻ്റെ ഒരു എയ്ഡ് ഏജൻസി ഉണ്ട്, USAID. സോ അവരിപ്പോൾ കൊളാപ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ബീങ് കൊളാപ്സ്ഡ്. അതേപോലെ യുടെ നമ്മുടെ ലണ്ടനിലെ ഈ ഒരു ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസ് ഉണ്ട്. ഓക്കെ, UK's FCDO. സോ അവരും ഇപ്പോൾ സ്ട്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ 2023 ഈ ഗ്ലോബൽ എയ്ഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഗ്ലോബൽ എയ്ഡ് എന്നുള്ളത് 214 ബില്യൺ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ പ്രപ്പോസൽ പ്രകാരം അത് ഏകദേശം 97 ബില്യനായിട്ട് 97 ബില്യനായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏകദേശം എത്ര ഒരു 45% കുറവാണല്ലേ. സോ ഈ ഒരു എയ്ഡ് കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, അതായത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കൺട്രീസ് പൈസയും അതേപോലെ റിസോഴ്സസും ഒക്കെ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പോവർട്ടിയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ കൊടുക്കുന്നതാണ് ഈ ഒരു എയ്ഡ് എന്ന് പറയുന്ന സംഭവം. സോ അതിൽ 45% കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ OECD, അതായത് ഈ ഒരു OECD എന്നുള്ള ഓർഗനൈസേഷൻ ഫോർ ഇക്കോണമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഇവരുടെ ഈ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് കമ്മിറ്റി, ഓക്കെ, വിച്ച് യൂസ് ടു സെറ്റ് ദി റൂൾസ് ഫോർ ഇറ്റ്. സോ അവർ ഇപ്പോൾ അത്ര എഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ആ ഒരു പവർ അത്ര റെലവൻ്റ് അല്ല. ഓക്കെ, ഇവർ മെയിനായിട്ട് ഈ ഒരു OECDs ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഈ കോപ്പറേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് അതുമായിട്ട് ഈ ഒരു കോപ്പറേഷന് വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് പോളിസീസിലൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
ഓക്കെ, ഇവരാണ് ഈ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സും പ്രിൻസിപ്പിൾസും ഇവരാണ് സെറ്റ് ചെയ്യുന്നത് ഫോർ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ആൻഡ് ഓൾ എയിമിംഗ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ റെസിപ്പിയൻ കൺട്രീസ്. ഓക്കെ, സോ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഡെപ്റ്റ് ക്രൈസിസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഈ പാവപ്പെട്ട രാജ്യങ്ങളൊക്കെ അവർ ഈ ലോൺസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ വകയില്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ ആർ സ്ട്രഗ്ലിംഗ് ടു റീപേ ലോൺസ്. അത് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഒരുപാട് ഗ്ലോബൽ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കോവിഡ് പാൻഡമിക് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധങ്ങൾ വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ. ഓക്കെ, സോ ഇതെല്ലാം പ്രശ്നമാണ്. അതേപോലെ തന്നെ നമ്മുടെ SDG ഉണ്ടല്ലോ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതിൽ വന്നിട്ടുള്ള ഒരു ഫണ്ടിങ് ഗ്യാപ്പും ഒരു പ്രശ്നമാണ്. അതായത് 2015 നമ്മുടെ ലോകത്തിന് ഈ ഒരു SDG ടാർഗറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നത്, ലോകത്തിന് ടോട്ടൽ എടുക്കുന്ന ടൈമിൽ അത് 2.5 ട്രില്യൺ ആയിരുന്നു. ഓക്കെ, 2024 ആയപ്പോഴേക്കും ഈ ഒരു ഗ്യാപ്പ് 2.5 ട്രില്യണിൽ നിന്നും 4 ട്രില്യൺ പെർ ഇയർ ആയിട്ട് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി മച്ച് ഹാർഡർ ടു ഫിൽ നൗ. പിന്നെ ലോണിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോൺസ് ഒക്കെ വളരെയധികം എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഭയങ്കര റിസ്ക്കിയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം ഹൈ ആണ്. ഈ ലോണുകൾ അവർ നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഓക്കെ, ദേ ആർ വെരി അൺപ്രഡിക്റ്റബിൾ നൗ. സോ ഇതെല്ലാം ദിസ് മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ടു പ്ലാൻ ഫോർ ലോങ് ടേം ഡെവലപ്മെന്റ്. സോ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ട്രയാങ്കുലർ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഇതൊരു ഇന്റർനാഷണൽ കോപ്പറേഷൻ്റെ ഒരു പുതിയൊരു രീതിയാണ്. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ വേ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേഷൻ വേർ 3 countries വർക്ക് ടുഗെദർ. സോ ഇവിടെ ഒരു ട്രഡീഷണൽ ഡോണർ ഉണ്ടാവും. ഓക്കെ, ഫ്രം ദ ഗ്ലോബൽ നോർത്ത് ലൈക്ക് ജപ്പാൻ, ജർമ്മനി ആൻഡ് ഓൾ. അതേപോലെ ഒരു റൈസിങ് അല്ലെങ്കിൽ ഒരു പ്യൂട്രൽ കൺട്രി ഉണ്ടാവും ലൈക്ക് ഇന്ത്യ, ബ്രസീൽ ആൻഡ് ഓൾ. ഗ്ലോബൽ സൗത്ത് നിന്ന് അതേപോലെ ഒരു റെസിപ്പിയൻറ്റ് പാർട്ട്ണർ കൺട്രി ഉണ്ടാവും. ഓക്കെ, ഗ്ലോബൽ സൗത്ത് നിന്ന് തന്നെ ആയിരിക്കും, ലൈക്ക് ആഫ്രിക്കൻ ഓർ ഏഷ്യൻ നേഷൻസ്. സോ ഈ ഒരു ട്രയാങ്കുലർ കോപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ടീം വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 3 രാജ്യങ്ങളും കൂടി ചേർന്ന് നടക്കുന്ന ഒരു വർക്ക്. ഓക്കെ, ടീം വർക്ക്. സോ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യത്തിലുണ്ടാവും. ഓക്കെ, അവരാണ് ഈ ഒരു ട്രഡീഷണൽ ഡോണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് UK അല്ലെങ്കിൽ US, ജപ്പാൻ, ജർമ്മനി. ഓക്കെ, സോ ഇവരുടെ കയ്യിൽ പൈസയുണ്ട്, ഇവരുടെ കയ്യിൽ അതേപോലെ ടെക്നോളജി ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രി ഉണ്ടാവും. ഓക്കെ, ഡെവലപ്പിംഗ് ബട്ട് സ്ട്രോങ് കൺട്രി. നമുക്ക് ഇന്ത്യ, ബ്രസീലൊക്കെ എടുക്കാം. സോ നമുക്ക് ഈ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം നമുക്ക് റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമ്മൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ ദേ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ പ്രോബ്ലംസ് ഓഫ് പുവർ കൺട്രീസ് ബിക്കോസ് ദേ ഹാവ് ഫേസ് ദം ടു. ഒരു പാവപ്പെട്ട ഒരു രാജ്യം ഉണ്ടാവും, സോ അവരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇപ്പോൾ പെറു അല്ലെങ്കിൽ കംബോഡിയ. ഓക്കെ, സോ ഇവർക്ക് ദ നീഡ് സപ്പോർട്ട് ടു ഗ്രോ, അല്ലേ? സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ അവർ പൈസയും അതേപോലെ ടെക്നോളജിയും ഒക്കെ കൊടുക്കും. ഇതിൽ മിഡിൽ കൺട്രി, ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് വിൽ ഹെൽപ്പ് ദം വിത്ത് നോളേജ് ഓർ പീപ്പിൾ. നമ്മൾ ആൾക്കാരെ കൊടുക്കും. ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളൊരു മെയിൻ സാധനം. ഓക്കെ, സോ നമ്മൾ അത് കൊടുക്കും. പിന്നെ പാവപ്പെട്ട രാജ്യങ്ങൾ, ആ മൂന്നാമത്തെ ആൾക്കാർ അതിനെ റിസീവ് ചെയ്യും. ഓക്കെ, ദേ റിസീവ് ദി സപ്പോർട്ട് ആൻഡ് ഇംപ്രൂവ്സ് ഇൻ ഏരിയാസ് ലൈക്ക് ഇന്റർനെറ്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ജോബ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. അതായത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ജർമ്മനിയുടെ കാര്യം എടുക്കും. ജർമ്മനി ഒരു റിച്ച് രാജ്യമാണെന്ന് എടുക്കുക. ഓക്കെ, ജർമ്മനി റിച്ച് ആണല്ലോ. സോ ജർമ്മനി, അല്ലെങ്കിൽ നിങ്ങൾക്ക് US എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ UK, ആരെങ്കിലും ആയിക്കോട്ടെ. സോ ഇവരും നമ്മൾ ഇന്ത്യ നമ്മൾ മിഡിലൊരു പാർട്ട്ണറായിട്ട് നിൽക്കുന്നു. പിന്നെ ഗാനയ്ക്കാണ് നമ്മൾ ഹെൽപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവരാണ് അവിടുത്തെ ഒരു റെസിപ്പിയൻ കൺട്രി. സോ നമ്മൾ വിൽ വർക്ക് ടുഗെദർ ഓൺ ഹെൽത്ത് പ്രൊജക്ട് ഇൻ ഗാന. സോ ജർമ്മനി ഫണ്ട് ചെയ്യും, നമ്മൾ എക്സ്പേർട്സിനെ അങ്ങോട്ട് അയക്കും. സോ ഗാനയിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടും, അല്ലേ? സോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതെന്തുകൊണ്ടാണ് യൂസ്ഫുൾ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതൊരു ഷെയർഡ് ലേണിംഗ് എൻകറേജ് ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ലോക്കൽ സൊല്യൂഷൻസ്, റെസ്പെക്ട് ആൻഡ് ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യും പാർട്ട്നേഴ്സ് തമ്മിൽ. സോ ഇപ്പോൾ ഈ ഒരു TRCയുടെ ഒരു ട്രെൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ നോൺ ട്രഡീഷണൽ ഡോണേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ബേസിക്കലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവരല്ലാണ്ട് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഫണ്ട് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു TRCയിൽ. ഓക്കെ, ഏകദേശം ഫ്രം 2000 ആ ഒരു 2000 കാലഘട്ടത്തിൽ 1.1 ബില്യൺ ആയിരുന്നു.
അത് ഏകദേശം 2022 ആയപ്പോൾ ഏകദേശം 17.7 ബില്യൺ ആയിട്ട് അത് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ട്രയാങ്കുലർ കോഓപ്പറേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന റിയൽ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ജപ്പാനും ഇന്തോനേഷ്യയും കൂടിയിട്ട് ദേ ആർ വർക്കിംഗ് ടുഗെദർ ഇൻ ഏഷ്യൻ കൺട്രീസ്. അതേപോലെ ജർമ്മനിയും ബ്രസീലും കൂടി ചേർന്നിട്ട് മൊസംബിക്കിനെ സഹായിക്കുന്നുണ്ട്. സോ ഇന്ത്യയുടെ റോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ത്യ ഇസ് സീൻ ആസ് എ വെരി സ്ട്രോങ് ലീഡർ ഫോർ TRC ബിക്കോസ് നമ്മുടെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്സ്പീരിയൻസ് വിത്ത് ബോത്ത് ഗിവിങ് ആൻഡ് റിസീവിങ് ദി എയ്ഡ്. സോ നമ്മൾ ഈ ഇന്ത്യ ജർമ്മനി ട്രയാങ്കുലർ കോഓപ്പറേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 നമ്മുടെ ഇന്ത്യയും ജർമ്മനിയും കൂടിയിട്ട് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു വർക്ക് ടുഗെദർ ആൻഡ് ഹെൽപ്പ് അതർ കൺട്രീസ്. ഈ ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഉള്ള കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ പാർട്ട്ണർ കൺട്രീസ് ഇൻവോൾവ്ഡ് ആരൊക്കെയെന്ന് നോക്കി കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് ഈ ക്യാമറോണും ഗാനിയും മലായ്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പെറു ഒക്കെയാണ്. ഓക്കെ, ദീസ് ആർ ദി പാർട്ട്ണർ കൺട്രീസ് ഇൻവോൾവ്ഡ് ഹിയർ. സോ ഇവരെന്താണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റൊക്കെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ഇല്ലേ, ഒരു ഡിജിറ്റൽ കണക്ടിവിറ്റി. ഓക്കെ, ഡിജിറ്റൽ കണക്ടിവിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ബെറ്റർ ആക്കാനും ഹെൽത്ത് സർവീസ് ബെറ്റർ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഈ ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇൻ്റർനെറ്റ് ആണെങ്കിലും സ്കൂളാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് ഇതൊരു വലിയൊരു സോഷ്യൽ ബെനിഫിറ്റ് തരും അല്ലേ. ഇറ്റ് വിൽ ബ്രിങ് ബിഗ് സോഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ഇൻഫ്രാസ്ട്രക്ചർ ഈക്വൽസ് ടു പ്രോഗ്രസ് ഇൻ പീപ്പിൾസ് ലൈഫ്സ്. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യയുടെ G20 പ്രസിഡൻസിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രയാങ്കുലർ കോഓപ്പറേഷൻ്റെ കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ത്യാസ് G20 പ്രസിഡൻസി ആൻഡ് TRC ഫോക്കസ്. സോ ഇന്ത്യ ഈ ഒരു ട്രയാങ്കുലർ കോഓപ്പറേഷൻ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതായത് ഈ ജർമ്മനി ആയിട്ടും US ആയിട്ടും UK, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, അതേപോലെ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യ പ്രൊമോട്ടഡ് ദി ട്രയാങ്കുലർ കോഓപ്പറേഷൻ. സോ ഇവരെന്തിലാണ് ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദേ വർക്ക് ഓൺ ടുഗെദർ എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നതിലാണ്, അതായത് ഈ ഗ്രാൻസ് കൊടുക്കുന്നതിലാണ്. അതേപോലെ ഈ ഡെവലപ്മെൻറ്റ് വർക്കിൽ ഫണ്ട് ചെയ്യുക, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സിൽ ഫണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ ഇതിലാണ് അവർ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ മെയിൻ ആയിട്ടുള്ള കീ പ്രൊജക്ട്സ്, അതായത് ഈ ഒരു ഗ്ലോബൽ ഇന്നോവേഷൻ പാർട്ട്ണർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വാസ് എ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദി UK. സോ ഇന്ത്യയും UKയും നമ്മൾ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്തത് ഈ സ്റ്റാർട്ടപ്പുകളിലും ഇന്നോവേഷൻസിലും സപ്പോർട്ട് ചെയ്യുക. എവിടെ? ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള സ്റ്റാർട്ടപ്പുകളിലും ഇന്നോവേഷൻസിലും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഈ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ്, ഓക്കെ, അത് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ഗ്ലോബലി ടു ഹെൽപ്പ് ടു സ്പ്രെഡ് ദി അഫോർഡബിൾ ടെക് സൊല്യൂഷൻസ് ഗ്ലോബലി. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ചാൽ ദിസ് വിൽ കമ്പൈൻ ടെക്നോളജി, മണി, അതേപോലെ സ്കിൽഡ് പീപ്പിൾ. സോ അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള എന്നാൽ ഇഫക്റ്റീവായ ഇമ്പാക്റ്റ്ഫുൾ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് വി മസ്റ്റ് യൂസ് ദാറ്റ് ടു റീഡിസൈൻ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ്. ഓക്കെ, അതേപോലെ നമ്മൾ ഈ ഒരു കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫെയർ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, അക്രോസ് ദി ഗ്ലോബൽ സൗത്ത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഇൻ്റഗ്രേറ്റിംഗ് കമ്പാഷൻ, പ്രയോറിറ്റൈസിങ് പാലിയേറ്റീവ് കെയർ. സോ ഇതാ നമ്മുടെ പ്രിലിംസിൽ GS പേപ്പർ 1 എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഹെഡിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, അതിൽ വരുന്ന ആ ഒരു ഹെഡിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണത്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഓക്കെ, ഒരു വെൽഫെയർ സ്കീംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, അതായത് ഈ വെൽഫെയർ സ്കീം ഫോർ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ബൈ ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ദി പെർഫോമൻസ് ഓഫ് ദീസ് സ്കീംസ്, അതിൻ്റെ മെക്കാനിസം, ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് ദീസ് വൾണറബിൾ സെക്ഷൻസ്. സോ ആ ഒരു ഹെഡിൽ വരുന്നൊരു ടോപ്പിക്കാണിത്. സോ ഇവിടെ ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇറ്റ് മീൻസ് റിലീവിങ് പെയിൻ ആൻഡ് സഫറിങ് ഇൻ പീപ്പിൾ വിത്ത് സീരിയസ് ഇൽനെസ്. സോ ഇതൊരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആശ്വാസം നൽകുന്നൊരു എന്താ പറയുക, ഒരു ചികിത്സാ രീതിയാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. സോ ഇത് ആ ഒരു രോഗത്തിൻ്റെ ഈ പല രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആ ഒരു രോഗത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനും
അതേപോലെ ഈ രോഗിയെയും അതേപോലെ ആ കുടുംബത്തെയും പിന്തുണയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് മീൻസ് റിലീവിങ് പെയിൻ ആൻഡ് സഫറിങ് ഇൻ പീപ്പിൾ വിത്ത് സീരിയസ് ഇൽനെസ്. ഓക്കെ, സോ ഇത് ഒരു ഫിസിക്കൽ പ്രോബ്ലം അതിനു വേണ്ടി മാത്രം ഉള്ളതല്ല. ഇറ്റ് ഓൾസോ ഹെൽപ്പ് വിത്ത് ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് ഓൾ. സോ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലെ മില്യൺസ് ഓഫ് ആൾക്കാർ, ദി പീപ്പിൾ സഫർ ബിക്കോസ് ദേ ഡോണ്ട് ഗെറ്റ് ദിസ് കെയർ. അതായത് ഏകദേശം 7 തൊട്ടിട്ട് 10 മില്യൺ ഇന്ത്യൻസിന് ദ നീഡ് പാലിയേറ്റീവ് കെയർ എവറി ഇയർ. പക്ഷെ ഇവിടെ ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 1% തൊട്ട് 2% വരെയുള്ള ആൾക്കാർക്ക് ഇത് ആക്ച്വലി അവർക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു 7 to 10 മില്യൺ ഇന്ത്യൻസിലെ. സോ ഗ്ലോബൽ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 40 മില്യൺ ആൾക്കാർക്ക് ഈ പാലിയേറ്റീവ് കെയർ വേണം. ദി നീഡ് എവറി ഇയർ വേൾഡ് വൈഡ്. ഓക്കെ, 40 മില്യൺ ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ ഈ 78% ഈ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു മിഡിൽ ഇൻകം കൺട്രീസിലുള്ള ആൾക്കാരാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം 78%. പക്ഷെ അതിൽ തന്നെ ഒരു സങ്കടകരമായിട്ടുള്ള വേറൊരു അവസ്ഥ, ഇതിൽ തന്നെ 14% ആൾക്കാർക്ക് ഇത് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, അതായത് ഓൺലി 14% ഓഫ് ദോസ് ഹു നീഡ് ഇറ്റ് റിസീവ്സ് എനി കെയർ. സോ എന്തുകൊണ്ടാണ് ഈ ഒരു നീഡ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഓക്കെ, മോർ പീപ്പിൾ ആർ ഗെറ്റിംഗ് ദി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് ഇപ്പോൾ ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിലും. സോ ഇങ്ങനത്തെ അസുഖങ്ങൾ ദേ ഓഫൺ ലീഡ് ടു ലോങ് ടേം സഫറിങ് അല്ലേ. സോ ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ഇറ്റ് ഈസ് ബിക്കമിങ് വെരി ഇമ്പോർട്ടൻറ്റ് നാ. സോ ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്തുകൊണ്ടാണ് ഇത് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇതൊരു ഹോസ്പിറ്റൽ വിസിറ്റുകൾ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വരില്ല. ഇറ്റ് വിൽ റെഡ്യൂസ് ദി ഹോസ്പിറ്റൽ വിസിറ്റ്. ഒരു ഇമോഷണൽ പെയിൻ കുറയ്ക്കാൻ സാധിക്കും അല്ലേ. ഇറ്റ് വിൽ ഈസ് ഇമോഷണൽ പെയിൻ ആൻഡ് ഒരു ഫാമിലീസിന് മേലെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. സോ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലും ദേ സഫർ നീഡ്ലെസ്ലി ബിക്കോസ് ദേ ഡോണ്ട് ഗെറ്റ് എനി പാലിയേറ്റീവ് കെയർ. So it is making it more available, can help both patients and their families live with dignity and less pain. സോ നമ്മുടെ രാജ്യത്ത് ഈ ഒരു പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നതിലുള്ള ചാലഞ്ചസ്, അതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ചാലഞ്ചസ് ഇൻ പ്രൊവൈഡിങ് പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ. സോ പോളിസി സപ്പോർട്ട് ഒരു വളരെ നല്ലൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇത്. അതായത് 2017 ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് പോളിസി നമ്മൾ ഒഫീഷ്യലി ഈ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ അന്ന് തൊട്ട് തന്നെ ദർ ഹാവ് ബീൻ എഫേർട്ട് ടു ട്രെയിൻ പീപ്പിൾ, കമ്മ്യൂണിറ്റീസിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ വി ആർ വർക്കിംഗ് വിത്ത് ദി ഗ്ലോബൽ പാർട്ട്നേഴ്സ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 7.2 മില്യൺ ഇന്ത്യൻസിന് എല്ലാ വർഷവും ഈ ഒരു പാലിയേറ്റീവ് കെയർ ആവശ്യമാണ്. ഓക്കെ, അതിൽ ഭൂരിഭാഗം ആൾക്കാരുള്ളത് വില്ലേജസിലും അതേപോലെ പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിനിടയിലാണ്. സോ സ്റ്റിൽ ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. സോ ഇവിടുത്തെ മെയിനായിട്ടുള്ള വേറെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഈ ട്രെയിൻഡ് പ്രൊഫഷണൽസിൻ്റെ ഒരു കുറവ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഒരുപാട് ഡോക്ടേഴ്സ് അവരൊന്നും ഈ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചിട്ട് മെഡിക്കൽ സ്കൂളിലൊന്നും പഠിക്കുന്നില്ല. പിന്നെ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു കുറവുണ്ട്. അതായത് സി ഈവൻ ദോ ഇന്ത്യ ഹാസ് ഇനഫ് ഡോക്ടേഴ്സ് ഓവറോൾ. ഓക്കെ, അതായത് ഇന്ത്യയിൽ ഏകദേശം 834 ആൾക്കാർക്ക് ഒരു ഡോക്ടർ എന്നുള്ള കണക്കാണ്. 1 ഡോക്ടർ ഫോർ എവറി 834 പീപ്പിൾ. സോ ഇതിൽ വെരി ഫ്യൂ ആർ എക്സ്പേർട്ട് ഇൻ പാലിയേറ്റീവ് കെയർ. അതേപോലെ പുവർ ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽസിൽ ദേ ഡോണ്ട് ഹാവ് ഇനഫ് ഫെസിലിറ്റീസ് ടു സപ്പോർട്ട് പാലിയേറ്റീവ് കെയർ നീഡ്സ്. അതേപോലെ ഈ കൂടുതൽ ആൾക്കാരും ദേ ഡോണ്ട് നോ വാട്ട് പാലിയേറ്റീവ് കെയർ ഈസ് അല്ല. ഓക്കെ, എന്താണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല. ഓക്കെ, ദേ തിങ്ക് ഇറ്റ്സ് ഓൺലി ഫോർ ദി ഡൈയിങ്. ഓക്കെ, അപ്പോൾ ഒരു പബ്ലിക് അവയർനെസ്സിലുള്ള ഒരു കുറവ്, നമുക്ക് ലോ പബ്ലിക് അവയർനെസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ഹോസ്പിറ്റൽസിലെ ഒരു വീക്ക് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അതായത് ഭൂരിഭാഗം ആശുപത്രികളും ഈ ഒരു പാലിയേറ്റീവ് കെയറിലൂടെയുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഒന്നും അവരെ ഉൾക്കൊള്ളിക്കില്ല. ഓക്കെ, സോ ഈ ഒരു പേഷ്യൻസിനെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. സംടൈംസ് വെൻ നത്തിങ് മോർ ക്യാൻ ബി ഡൺ. സോ ഇന്ത്യ ഈ ഒരു പാലിയേറ്റീവ് കെയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ കുറവും അതേപോലെ ഇതിലുള്ള ഒരു അവയർനെസ്സും അതേപോലെ ഫെസിലിറ്റീസും ഒക്കെ
കുറവാണ് അല്ലേ. സോ ഫെസിലിറ്റീസ് ആൻഡ് മീൻസ് മില്യൺ സ്റ്റിൽ സഫർ വിതൗട്ട് ദി കെയർ ദേ നീഡ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ ഒരു കെയർ കിട്ടാതെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് എമംഗ് ദ പുവർ. സോ നമ്മൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സും അതേപോലെ ഈ മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ കുറച്ചും കൂടി സെറ്റ് ആക്കണം. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ഡോക്ടേഴ്സിൽ ഈ MBBS ഇവർ പഠിക്കുന്ന ടൈമിൽ തന്നെ പാലിയേറ്റീവ് കെയർ അതിൻ്റെ കൂടെ ഇൻവോൾവ് ചെയ്ത് അത് അവർ പഠിക്കണം അല്ലേ. സോ ഡോക്ടേഴ്സിന് ആ ഒരു മെഡിക്കൽ സ്കില്ലിൻ്റെ കൂടെ ആ ഒരു കമ്പാഷൻ കൂടി അവർ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ICMR എയിംസൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സം പ്രോഗ്രസ് ഈസ് ബീങ് മെയ്ഡ് ബൈ ഗ്രൂപ്പ്സ് ലൈക്ക് ഈ ICMR ആൻഡ് എയിംസ്. പക്ഷെ ഇത് വളരെ സ്ലോ ആണ്. ഓക്കെ, സോ ഈ ട്രെയിൻഡ് നേഴ്സസും അതേപോലെ ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മൾ വി ഷുഡ് യൂസ് മോർ ദാൻ ജസ്റ്റ് ഡോക്ടേഴ്സ്. അതായത് ഈ നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. ഈ ഒരു ബേസിക് ആയിട്ടുള്ള പാലിയേറ്റീവ് കെയറിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. സോ ഒരു ടാസ്ക് ഷിഫ്റ്റിംഗ് അല്ലേ, അതായത് വി ആർ ഗിവിങ് റെസ്പോൺസിബിലിറ്റി ടു നോൺ ഡോക്ടേഴ്സ് വെൻ പോസിബിൾ. സോ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏകദേശം ഒരു 34 ലക്ഷത്തോളം നേഴ്സസ് ഉണ്ട്. ഓക്കെ, അതേപോലെ 13 ലക്ഷത്തോളം ഈ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്. സോ ഇവർക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേഷ്യൻസിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും അല്ലെ. എസ്പെഷ്യലി ഈ റൂറൽ അല്ലെങ്കിൽ പുവർ ഏരിയാസിലുള്ള ആൾക്കാരിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. അതേപോലെ ഈ പോളിസി റിഫോംസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ഈ ഒരു പാലിയേറ്റീവ് കെയർ സർവീസസിൽ കുറച്ചും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ആയുഷ്മാൻ ഭാരത് ഒക്കെ ഉണ്ടല്ലോ, ആയുഷ്മാൻ ഭാരത് അറിയാലോ, അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ പാലിയേറ്റീവ് കെയർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ആൾക്കാർക്ക് പാലിയേറ്റീവ് കെയർ അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെയും NGOസിൻ്റെയും റോള് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ NGOസ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കൂടിയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, സോ അവരങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വി ക്യാൻ ബിൽഡ് ബെറ്റർ ഫെസിലിറ്റീസ്. നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റും. വി ക്യാൻ സ്പ്രെഡ് അവയർനെസ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ വി ക്യാൻ ട്രെയിൻ മോർ വർക്കേഴ്സ് അല്ലേ. സോ ഇങ്ങനത്തെ പാർട്ട്ണർഷിപ്പ് ഇറ്റ് ക്യാൻ സ്പീഡ് അപ്പ് ഇംപ്രൂവ്മെൻറ്റ്സ്. സോ നമ്മൾ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യണം, നേഴ്സസിനെ ട്രെയിൻ ചെയ്യണം, ഹെൽത്ത് വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യണം. ഏതിൽ? പാലിയേറ്റീവ് കെയറിൽ. സോ ഗവൺമെൻറ്റിന് വേണ്ടത് ഇവിടെ ഫണ്ടും സപ്പോർട്ടും ആണ്. അല്ല, സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം. ദ ഗവൺമെൻറ് നീഡ്സ് ടു ഫണ്ട് ആൻഡ് സപ്പോർട്ട് ദീസ് എഫേർട്സ്. അതേപോലെ തന്നെ നമ്മൾ ഈ NGOസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, പ്രൈവറ്റ് പാർട്ട്നേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം ടു ഹെൽപ്പ് മോർ പീപ്പിൾ, എസ്പെഷ്യലി ദ പുവർ ആൻഡ് ദി റൂറൽ പേഷ്യൻസ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഹൗ ഡിഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഫെയർ ഓൺ ദി QS റാങ്കിങ് ലിസ്റ്റ്. സോ ഇത് പ്രിലിംസിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓഫ് സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ആ ഒരു ഹെഡിൽ വരുന്നൊരു ടോപ്പിക്കാണിത്. സോ ഇവിടെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയാണ്. അതായത് ആദ്യമായിട്ടാണ് 54ഓളം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഈ ഒരു QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2026 ഉൾപ്പെട്ടിരിക്കുന്നത്. 54ഓളം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്കെ, സോ ഈ ഒരു QS ഈ റാങ്കിങ് ഇവർ നടത്തുന്ന ഈ ഒരു റാങ്കിങ്, ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. ഈ ഒരു എന്താണ് ക്വാർലി സൈമൺസ് എന്നുള്ള ആൾക്കാരാണ് ദേ പബ്ലിഷ് ദീസ് റാങ്കിങ്സ്. സോ ഇവർ ഈ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് പഠിച്ച് ബാക്കിയുള്ള വേൾഡിലുള്ള ബാക്കി യൂണിവേഴ്സിറ്റീസിനെയൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഇവർ ഈ റാങ്കിങ് പുറത്തിറക്കുന്നത്. ഓക്കെ, സോ ഇവരാണ് ഈ ഒരു വേൾഡിൽ 1500ഓളം ടോപ്പ് യൂണിവേഴ്സിറ്റീസിനെ ഇവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നമ്മുടെ ടോപ്പ് പെർഫോമേഴ്സ് നമ്മുടെ IIT ഡൽഹിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ബെസ്റ്റ് അമംഗ് ദി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അതേപോലെ നമ്മുടെ IIT ഡൽഹി എനിക്ക് തോന്നുന്നു ഗ്ലോബലി 123ാമത്തെ റാങ്കാണ്. ഓക്കെ, പിന്നെ എല്ലാം IITs ആണ്. ഓക്കെ, ബാക്കിയുള്ള മെയിനായിട്ടുള്ള IITs IIT ബോംബെ, IIT മദ്രാസ്, IIT ഖരഗ്പൂർ, പിന്നെ IIS ബംഗളൂരു. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലേ, IIS. അതെ. സോ ഈ ഏറ്റവും വലിയൊരു ബിഗ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതായത് 2015 11ഓളം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ, അവരെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൺലി 11 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വർ ഇൻ ദ റാങ്കിങ്. 2026 ഈ ഒരു റാങ്കിങ് വന്നപ്പോഴേക്കും ദർ ആർ 54. സോ ഇറ്റ്സ് എ വെരി ബിഗ് ജംപ്. ഓക്കെ,
ഇപ്പോൾ പുതിയ ഒരുപാട് എൻട്രീസ് ഇതിൽ വന്നിട്ടുണ്ട്. 8ഓളം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആദ്യമായിട്ട് റാങ്കിങ്ങിൽ കയറിയിട്ടുണ്ട്. ദേ ആർ അപ്പിയറിംഗ് ഫോർ ദി ഫസ്റ്റ് ടൈം, സച്ച് ആസ് ഹരിയാനയിലുള്ള അശോക യൂണിവേഴ്സിറ്റി, അതേപോലെ ഗ്രേറ്റർ നോയിഡയിലുള്ള ശിവനാടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്. സോ ആരാണ് ഈ റാങ്കിങ് നടത്തുന്നുള്ള കാര്യം പറഞ്ഞല്ലോ, UK ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ, ഒരു കൊറേലി സൈമൺസ് QS പബ്ലിഷസ് ദീസ് റാങ്കിങ്സ്. ദേ സ്റ്റഡി ആൻഡ് കമ്പയർ യൂണിവേഴ്സിറ്റീസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. സോ നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ ഗ്ലോബൽ റെക്കഗ്നീഷൻ നൗ. സോ എങ്ങനെയാണ് ഈ ഒരു QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2026 കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഈ ഒരു റാങ്കിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷോ ഹൗ ഗുഡ് എ യൂണിവേഴ്സിറ്റി ഈസ്. 30% ഇതിലൊരു അക്കാഡമിക് റെപ്യൂട്ടേഷനാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു 30% അവർ നോക്കുന്നത് ആ ഒരു അക്കാഡമിക് റെപ്യൂട്ടേഷൻ, അതായത് എത്രത്തോളം റെസ്പെക്റ്റഡ് ആണ് ആ ഒരു യൂണിവേഴ്സിറ്റി അക്കാഡമിക്കലി. ഓക്കെ, അറൗണ്ട് ദ വേൾഡ് അത് എത്രത്തോളം റെസ്പെക്റ്റഡ് ആണെന്ന് നോക്കും. ഓക്കെ, അതിലൊരു 30% അതിനാണ്, ബേസ്ഡ് ഓൺ ഒപ്പീനിയൻസ് ഓഫ് പ്രൊഫസേഴ്സ് ആൻഡ് എക്സ്പെർട്സ്. പിന്നെ ബാക്കി 20%, ബാക്കി ഒരു 20%-ഓളം നോക്കുന്നത് റിസർച്ച് ഇമ്പാക്റ്റ് ആണ്. അതായത് ഹൗ ഓഫൺ ദി യൂണിവേഴ്സിറ്റി റിസർച്ച് പേപ്പേഴ്സ് ആർ യൂസ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു റിസർച്ച് ബേസ് ചെയ്തുകൊണ്ടാണ്. അതേപോലെ ഇൻ്റർനാഷണൽ റിസർച്ച് നെറ്റ്വർക്ക്, അതിനൊരു 5%. ഓക്കെ, അവിടെ നിന്നൊരു 5% നോക്കും. ഹൗ വെൽ ദ യൂണിവേഴ്സിറ്റി കൊളാബറേറ്റ് വിത്ത് ഇൻ്റർനാഷണൽ റിസർച്ചേഴ്സ്. അതേപോലെ 10% ഡൈവേഴ്സിറ്റി നോക്കും, അതായത് ഹൗ മെനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ് ആർ ദർ. അതേപോലെ എത്രത്തോളം ആ ഒരു ക്യാമ്പസിൽ ആ ഒരു കൾച്ചറിൻ്റെ മിക്സും ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ, അതായത് മിക്സ് ഓഫ് കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് ഓൺ ദ ക്യാമ്പസ്, അത് നോക്കും. ആ ഒരു ഡൈവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കും. ഓക്കെ, അതൊരു 10% അത് നോക്കും. പിന്നെ ഒരു 20% സ്റ്റുഡൻറ്റ് ഔട്ട്കം ആണ്. അതായത് അവിടുന്ന് പഠിച്ച് പുറത്ത് വരുന്ന സ്റ്റുഡൻസിനെ, ഗ്രാജുവേറ്റ്സിനെ കമ്പനീസ് എത്രത്തോളമാണ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്ത് വരുന്ന ആൾക്കാർ, ഹൗ മച്ച് കമ്പനീസ് വാല്യൂ ഗ്രാജുവേറ്റ് ഫ്രം ദാറ്റ് യൂണിവേഴ്സിറ്റി. ഈ എംപ്ലോയർ റെപ്യൂട്ടേഷൻ, ഓക്കെ, അതൊരു 15%. പിന്നെ സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റ് 5%. അതായത് ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന എത്രത്തോളം കുട്ടികൾക്കാണ് ജോലി കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നെ ക്യാമ്പസ് സസ്റ്റൈനബിലിറ്റി ആണ് 5%. അതായത് ഹൗ എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ ദി യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു QS റാങ്ക്സ് യൂണിവേഴ്സിറ്റീസ് ബൈ ലുക്കിംഗ് അറ്റ് ടീച്ചിങ് വരുന്നുണ്ട് ഇതിൽ, അല്ലേ? അതേപോലെ റിസർച്ചിൻ്റെ ആ ഒരു മാനദണ്ഡം വയ്ക്കുന്നുണ്ട്. ആൻഡ് ജോബ് സക്സസ്, ഡൈവേഴ്സിറ്റി, ഗ്രീൻ പ്രാക്ടീസസ്, ഇതെല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ബിക്കമിങ് മോർ ഗ്ലോബൽ നൗ. ഓക്കെ, നമ്മളെ ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് ഈ ഒരു ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ദേ ആർ നൗ അപ്പിയറിംഗ് ഇൻ ദി QS വേൾഡ് റാങ്കിങ്സ്. ദാറ്റ്സ് വൈ മോർ ഇന്ത്യൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഈ ഒരു QS വേൾഡ് റാങ്കിങ്ങിലൊക്കെ ഒരുപാട് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ പിന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഒരു ബെറ്റർ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ ഉണ്ട്. അതായത് ഒരു ആവറേജിൽ 19 സ്റ്റുഡൻസ് പെർ ടീച്ചർ എന്നുള്ളതാണ്. 19 സ്റ്റുഡൻസ് പെർ ടീച്ചർ എന്നുള്ളതാണ്. അത് നല്ലൊരു ഹൈ ആണ്, അത്യാവശ്യം നല്ലൊരു കണക്കാണ്. പക്ഷേ ചില യൂണിവേഴ്സിറ്റീസിൽ ലൈക്ക് ഈ അശോക യൂണിവേഴ്സിറ്റി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു റേഷ്യോനെ ഒരു 11.5:1 കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്ലോബൽ ഐഡിയൽ എന്നുള്ളത് 10 to 15. ഓക്കെ, 10:15 സ്റ്റുഡൻസ് പെർ ടീച്ചർ, 10 to 15 സ്റ്റുഡൻസ് പെർ ടീച്ചർ. ഓക്കെ, സോറി, 10 to 15 പിള്ളേർക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കാര്യം 19 സ്റ്റുഡൻസ് ആണ് കേട്ടോ. നമ്മുടെ 19 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്നുള്ള കണക്കാണ് നമ്മുടെ. അത് വളരെ ഹൈ ആണ്. ഓക്കെ, അത് നല്ലതല്ല. സോ ദിസ് ബൂസ്റ്റ് ലേണിംഗ് ക്വാളിറ്റി ആൻഡ് ഇംപ്രൂവ് റാങ്കിങ്സ്. സോ നമ്മൾ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും അതേപോലെ ടീച്ചേഴ്സിനെയും ഒക്കെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വി ഫോക്കസ് ഓൺ അട്രാക്ടിങ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. സോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ദേ ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ മോർ ഫോറിൻ സ്റ്റുഡൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ദേ സ്റ്റിൽ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ഹയർ ഫോറിൻ ടീച്ചേഴ്സ്. ഓക്കെ, ഫോറിൻ ടീച്ചേഴ്സിനെ കിട്ടുന്നില്ല, പക്ഷേ ഫോറിൻ സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. സോ ഇതൊരു ഇൻ്റർനാഷണൽ ഇമേജിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് അഫക്ട്സ് ദി ഇൻ്റർനാഷണൽ ഇമേജ് ഇൻ ഗ്ലോബൽ റാങ്കിങ്സ് because most public universities still find it very hard to hire foreign teachers. അതേപോലെ ഇപ്പോൾ റിസർച്ചിലൊക്കെ നമ്മൾ ഇപ്പോൾ ഈയിടെയായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്.
ഈ പണ്ടൊക്കെ വളരെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് IITs ഒക്കെയാണ് ഈ റിസർച്ചൊക്കെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, അവർ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. അതേപോലെ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 വന്ന ഈ NEP അതും വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് ഇന്നോവേഷനും റിസർച്ചും ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ അത് ഇറ്റ് പുഷസ് ദി യൂണിവേഴ്സിറ്റീസ് ടു ക്രിയേറ്റ് നോളജ്, നോട്ട് ജസ്റ്റ് ടീച്ച് ഇറ്റ്. ഓക്കെ, സോ അതൊരു ഗ്ലോബൽ റെപ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഫോക്കസ് മെയിനായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിലും അതേപോലെ പ്ലേസ്മെൻറ്റ്സിലുമാണ്. അതായത് മുമ്പൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഈ പ്ലേസ്മെൻറ്റ്സിനൊന്നും അത്ര വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നൗ മെനി ആർ ഫോളോയിങ് IITs ആൻഡ് IIM ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഗെറ്റ് ജോബ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് QS റാങ്കിങ്. സോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടീച്ചിങ് ക്വാളിറ്റിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാം, റിസർച്ചിൽ കാണാം, ഡൈവേഴ്സിറ്റി, പ്ലേസ്മെൻറ്റ്സ് എല്ലാം കൊണ്ടും നല്ല രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആണെന്നുണ്ടെങ്കിലും നല്ലതാണ്. സോ വിച്ച് ഈസ് വൈ ദേ ആർ ഡൂയിങ് ബെറ്റർ ഇൻ ദി വേൾഡ് റാങ്കിങ്. സോ ഇപ്പോൾ റാങ്കിങ്ങിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി എങ്ങനെ ഹൗ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ക്യാൻ ഡു ഈവൺ ബെറ്റർ ഇൻ ഗ്ലോബൽ റാങ്കിങ്സ് ലൈക്ക് ഈ QS പോലുള്ള റാങ്കിങ്സിൽ എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആവാം എന്നും കൂടി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ന്യൂസ് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗ്ലോബൽ റിസർച്ച് ഒരുപാട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പ്രൊഫസേഴ്സും റിസർച്ചേഴ്സും ഇവർ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ഒരു ജോയിൻറ്റ് റിസർച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ അത് ഇറ്റ് വിൽ ഇൻക്രീസ് ദി വിസിബിലിറ്റി വേൾഡ് വൈഡ്. സോ അത് വളരെ ഒരു കീ ഫാക്ടറാണ് റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്യേണ്ടത് ദേ ഷുഡ് ഹയർ ടീച്ചേഴ്സ് ഹു ക്യാൻ ബോത്ത് ടീച്ച് വെൽ ആൻഡ് ഡു റിസർച്ച്. ഓക്കെ, ഈ ടീച്ചേഴ്സിനെയൊക്കെ വെക്കുന്ന ടൈമിൽ ഈ പഠിപ്പിക്കാനും അതേപോലെ റിസർച്ച് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ അതിൽ എക്സ്പേർട്ടായ ആൾക്കാരെ വെക്കാൻ നോക്കുക. സോ ഈ ടോപ്പ് ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു റിസർച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്യുക. സോ അത് ലേണിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഇറ്റ് ഓൾസോ ആഡ്സ് ടു ദി യൂണിവേഴ്സിറ്റീസ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ. യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു റെപ്യൂട്ടേഷൻ, അക്കാഡമിക് റെപ്യൂട്ടേഷനെ കൂടി അത് സഹായിക്കും, അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും പ്രൊഫസേഴ്സിനെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഫോറിൻ സ്റ്റുഡൻസും ടീച്ചേഴ്സും വന്നു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ക്യാമ്പസിന്, നമ്മുടെ ഇന്ത്യയിലുള്ള ക്യാമ്പസുകൾക്ക് ആ ഒരു ഡൈവേഴ്സിറ്റി, ഇറ്റ് വിൽ ആഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ന്യൂ ഐഡിയാസ്. അതേപോലെ അത് ഇൻ്റർനാഷണൽ റാങ്കിങ്സിലൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇറ്റ് ഓൾസോ ഇമ്പ്രൂവ്സ് യൂണിവേഴ്സിറ്റി സ്കോർ ഇൻ്റർനാഷണൽ റാങ്കിങ്സ് വൈൽ ബ്രിങ്ങിങ് ഇൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫസേഴ്സ്. കമ്പനീസുമായിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സിറ്റീസ് ഈ ഇൻഡസ്ട്രീസുമായിട്ട് കണക്ട് ചെയ്യണം ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഗെറ്റ് ജോബ്സ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് ആൻഡ് ഓൾ. സോ അത് എംപ്ലോയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, സോ അതും ഈ ഒരു ഗ്ലോബൽ റാങ്കിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതേപോലെ തന്നെ മേക്ക് ഗ്രീൻ ആൻഡ് എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. സോ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ്. ഓക്കെ, സോ അത് യൂണിവേഴ്സിറ്റീസിന് നല്ലൊരു റാങ്കിങ്ങിൽ നല്ലൊരു സ്കോർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻ സസ്റ്റൈനബിലിറ്റി മെട്രിക്സിൽ. സോ വിച്ച് ആർ ബിക്കമിങ് മോർ ഇമ്പോർട്ടൻറ്റ് ഗ്ലോബലി നവഡേയ്സ്. സോ ഈ ഒരു ടു റാങ്ക് ഹയർ ഗ്ലോബലി, യൂണിവേഴ്സിറ്റീസ് ദേ ഷുഡ് ഡു മോർ ഗ്ലോബൽ റിസർച്ച്, നല്ല ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്യുക. ഓക്കെ, അതേപോലെ ഇൻ്റർനാഷണൽ ടാലൻറ്റ് അട്രാക്ട് ചെയ്യുക. അതേപോലെ ബിൽഡ് ഐസ് വിത്ത് ഇൻഡസ്ട്രീസ് ആൻഡ് ഗോ ഗ്രീൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ ഇപ്പോൾ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.